ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബു കൂടി ചേരുകയാണ്. അവിടെ ആശാ വർക്കർമാർ CITUവിൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തുകയാണ്. സുജുവിലേക്ക്. സുജു, ഷമി കേൾക്കാം? തീർച്ചയായും സുജു പറയാം. ഷമി, ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ CITU നേതൃത്വത്തിലുള്ള ആശാ വർക്കർമാരുടെ സമരം നടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന മുദ്രാവാക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമുക്ക് പരിശോധിക്കേണ്ടത് അവരുടെ ആദ്യത്തെ ആവശ്യം ആശാമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക. അതായത് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഇൻസെൻറ്റീവും ഓണറിയുമല്ല ആവശ്യം, പകരം ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കുക. ഈ തൊഴിലാളികളായി അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ആശാമാരുടെ മുദ്രാവാക്യത്തിൽ തന്നെ വ്യക്തമാണ്. പ്രതിമാസം മിനിമം വേതനം 26 രൂപയാക്കി നൽകുക. മറ്റൊരു കാര്യമാണ് ESI, PF, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ അനുവദിക്കുക. അതായത് ഒരു തൊഴിലാളി അല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകരായിട്ടാണ്, സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത്. അതായത് ഇവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കാത്തത് കൊണ്ട് ഇവർക്ക് ESI ഇല്ല, PF ഇല്ല, ഗ്രാറ്റുവിറ്റി ഇല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊഴിലാളികളായിട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുക എന്ന വലിയ ആവശ്യമാണ് ഈ സംസ്ഥാന വ്യാപകമായി ഇന്ന് CITU നടത്തുന്ന, ഈ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന CITUവിൻ്റെ ഈ ആശാ വർക്കർ തൊഴിലാളികളുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന MP പ്രഭാവതിയാണ്. അവർ ഉദ്ഘാടന പ്രസംഗത്തിലാണെങ്കിലും നമ്മളോട് സംസാരിക്കാമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ ദേശീയ വ്യാപകമായ ഒരു സമരമാണ് നടത്തുന്നത്. പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ എന്താണ്? ആശമാരെ ജീവനക്കാരായി അംഗീകരിക്കുക, PF അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക, പെൻഷൻ തുക നൽകുക, 62 വയസ്സ് പെൻഷൻ പ്രായം പ്രഖ്യാപിക്കുക, തുടർ ആനുകൂല്യങ്ങൾ നൽകുക എന്നുള്ള ജീവനക്കാരായി അംഗീകരിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തുള്ള ബെനിഫിറ്റ് എല്ലാം ലഭിക്കുമല്ലോ. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഈ തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ സമരമാണ്. അവർ സംസ്ഥാന സർക്കാരിനെതിരെയാണ് സമരം നടത്തുന്നത്. ഇതിലെന്താണ് നമ്മുടെ CITUവിൻ്റെ നിലപാട്? തീർച്ചയായിട്ടും അവർ ഇത്രയും ദിവസമായി നടക്കുന്ന സമരം രാഷ്ട്രീയ നാടകമാണെന്ന് ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ മനസ്സിലാക്കുകയല്ലേ. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണെന്ന് പറയുമല്ലേ. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു, അവർക്ക് കേന്ദ്രത്തിൻ്റെ 1 രൂപ വേണ്ട, അവർക്ക് കേരളം കൊടുക്കുന്ന ഓണറേറിയം മതി. പക്ഷേ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് ഓണറേറിയവും ഇൻസെൻറ്റീവും വേണ്ട, ഞങ്ങൾ 16 വർഷമായി ജോലി ചെയ്യുന്നു, ഞങ്ങളെ ജീവനക്കാരായി അംഗീകരിക്കണം, NHM സ്ഥിര സംവിധാനമാകണം, ആരോഗ്യമേഖലയെ ഞങ്ങൾ സ്ഥിരപ്പെടുത്തണം എന്നുള്ളതാണ് CITU മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പോൾ ഇന്ത്യയിലെ 10 ലക്ഷം ആശമാർക്ക് ഇതിൻ്റെ സേവനം ലഭ്യമാകും എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഈ സമരനാടകം കളിക്കുന്ന SUCIക്ക് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാനും ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനും അല്ലെങ്കിൽ വരാൻ പോകുന്ന ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ടുള്ള സമരനാടകമാണ് എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ CITUവിൻ്റെ സമരം എപ്പോഴാണ് ആരംഭിച്ചത്? ഈ തിരുവനന്തപുരത്ത് SUCIയുടെ സമരത്തിന് മുമ്പ് തന്നെയാണോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഫെബ്രുവരി 6, 7 തീയതികളിൽ സമരം നടത്തിയിരുന്നു. ഉപാധിരഹിത ഓണറേറിയം വേണമെന്ന് പറഞ്ഞു, ശൈലി സർവേ അടക്കമുള്ള സർവേക്ക് ആനുകൂല്യം വേണമെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടി മുൻനിർത്തി 6, 7 തീയതികളിൽ 2 ദിവസത്തെ രാപ്പകൽ സമരം നമ്മളിവിടെ നടത്തി. ആ സമരത്തിൻ്റെ ഭാഗമായി നമുക്ക് തന്നിട്ടുള്ള ഉറപ്പുകളാണ് ഇപ്പോൾ ഗവൺമെൻറ് ഓരോന്നായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 3000 രൂപ ഫിക്സഡ് ഇൻസെന്റീവിൻ്റെ ക്രൈറ്റീരിയ ഉണ്ടായി. 2016 ശേഷം LDF സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം അവരുടെ ഈ ഓണറേറിയത്തിൽ വന്നിട്ടുള്ള മാറ്റം ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കൂ. LDF സർക്കാരിന് വന്ന ശേഷം എന്ത് മാറ്റമാണ് ഓണറേറിയത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ളത്? തീർച്ചയായിട്ടും LDF ഗവൺമെൻറ് വരുന്ന സമയത്ത് ഞങ്ങളുടെ ഓണറേറിയം വെറും 1000 രൂപയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് 7000 രൂപയായിട്ട് വർദ്ധിപ്പിച്ച് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ ഒരു അടിത്തറ ഉണ്ടാക്കി തന്നത് LDF ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. ഇത്രയുമുള്ള അംഗീകാരം കിട്ടുന്നത് നമ്മൾ LDF ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഞങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ അധികാരത്തിലുള്ള LDF ഗവൺമെൻറ് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. ഈ കോൺഗ്രസ് SUCയുടെ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. കോൺഗ്രസ് കേന്ദ്രവും സംസ്ഥാനം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കാര്യമായി എന്തെങ്കിലും ചെയ്തിരുന്നോ? കോൺഗ്രസ് കേന്ദ്രവും കേരളവും ഭരിക്കുന്ന സമയത്ത് നമ്മൾ 2 ദിവസം 48 മണിക്കൂർ സമരം നമ്മൾ പാർലമെൻറ്റിൽ നടത്തുകയുണ്ടായി CITUവിൻ്റെ നേതൃത്വത്തിൽ. അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഗുലാം നബി ആസാദ് എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ആശമാർക്കറിയാം, നിങ്ങൾ കോണ്ടം കൊണ്ടുവന്ന് വീടാന്തരം കൊണ്ടു കൊടുത്തിട്ട് അതിൽ നിന്നും 5 രൂപ പ്രതിഫലം വാങ്ങൂ എന്നാണ് അന്നത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞത്. പറയുക മാത്രമല്ല, അത് കെട്ടുകണക്കിന് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വരികയാണ് ഉണ്ടായത്. അതിൻ്റെ പുറത്ത് പേരെഴുതിയിരുന്നതോ ആശ എന്നാണ്. അതിൻ്റെ പുറത്ത് പേരെഴുതിയിരുന്നത്. ആ പാക്കറ്റിൻ്റെ പുറത്ത് ആശ
എന്ന് പേര് എഴുതി ജനങ്ങൾക്ക് കൊടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ആശമാരെ അവമാനിക്കുന്ന രീതിയിലല്ലേ അന്നത്തെ ഗുലാം നബി ആസാദ് ചെയ്തിട്ടുള്ളത്? അതാണ് ആശമാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഏക പ്രത്യുപകാരം എന്ന് പറയുന്നത്. അതിന് പ്രത്യുപകാരം എന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യയിലെയുള്ള 10 ലക്ഷം ആശമാരെ അവമാനിക്കുന്ന രീതിയിലേക്കാണ് അന്ന് കേന്ദ്രം ഭരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലുമുള്ള കോൺഗ്രസിൻ്റെ ഭരണാധികാരികൾ നമ്മളോട് കാട്ടിയിട്ടുള്ളത്. പക്ഷേ CITU നേതൃത്വത്തിൽ നമ്മൾ ഉഗ്രമായി സമരം നടത്തി. ഞങ്ങൾ ഏറ്റെടുക്കില്ല, ഞങ്ങളിത് ഒരു ജനങ്ങൾക്കും കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഒരു സാധനം നമ്മൾ കൊടുക്കാത്ത രീതിയിലേക്ക് മാറ്റിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് വന്നിട്ടുള്ളതെല്ലാം ആശ എന്നുള്ള രീതിയിലുള്ള പേര് മാറ്റി ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്ന രീതിയിലേക്കാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഷമി, ഒരു കാര്യമുണ്ട്. ഈ CITUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് പ്രഭാവതി, ആശാ വർക്കറിന്റെ. പ്രഭാവതിയും ഒരു ആശാ വർക്കറാണ് അല്ലേ? പ്രഭാവതി എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ മെഴുവേലി പഞ്ചായത്തിൽ 3-ാം വാർഡിലാണ് ആശാ വർക്കറായിട്ട് ജോലി ചെയ്യുന്നത്. എത്ര വർഷമായിട്ട്? ഞാൻ 2008 ആദ്യത്തെ ബാച്ചിലുള്ള ആളാണ് ഞാൻ. ആദ്യത്തെ ബാച്ച് 2008 ആശാ നിലവിൽ വരുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ ബാച്ചിൽ ട്രെയിനിങ് എടുത്തുള്ള ഒരാളാണ് ഞാൻ. 2008 ഡിസംബറിൽ. സിജു, 2016 അതായത് പിണറായി സർക്കാർ 2016 അധികാരത്തിൽ വരുമ്പോൾ ഇവർക്ക് ഓണറേറിയമായി എത്ര രൂപയായിരുന്നു അവരുടെ കയ്യിൽ കിട്ടിയിരുന്നത്? ഇപ്പോൾ എത്ര രൂപ ലഭിക്കുന്നു? ഷമി, ഒരു കാര്യം ചെയ്യാം. ഷമി ചോദ്യം നേരിട്ട് ചോദിക്കാൻ ഞാൻ ഈ ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ മതി. 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എത്ര രൂപയായിരുന്നു അവർക്ക് ലഭ്യമായിരുന്നത്? ഈ മാറ്റം, അതായത് UDFന്റെ കാലത്ത് എത്രയായിരുന്നു കിട്ടിയിരുന്നത്, പിന്നീട് ഇപ്പോൾ കിട്ടുന്ന തുക എത്രയായിരുന്നു പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഓണറേറിയം ലഭിച്ചത്? ഇപ്പോൾ എത്ര കിട്ടും? ഞങ്ങൾക്ക് 1000 രൂപയായിരുന്നു പിണറായി സർക്കാർ വരുമ്പോൾ ഓണറേറിയമായി ഉണ്ടായിരുന്നത്. UDF സർക്കാർ നമുക്ക് തന്നിരുന്നത് അവസാനം വരെ 1000 രൂപ. 1000 രൂപയാണ്. ഇപ്പം അത് 7000 രൂപയായി. ഇപ്പം ഞങ്ങൾ വാങ്ങുന്നത് 7000 രൂപയാണ് ഓണറേറിയം വാങ്ങുന്നത്. പിണറായി സർക്കാരാണ് 6000 രൂപ. 6000 രൂപ തന്നിട്ടുള്ളത്. ഷമി, ഒരു കാര്യം നമുക്ക് ചോദിച്ച് അവസാനിപ്പിക്കാം. 1000 അല്ല, VSന്റെ ഗവൺമെന്റിന്റെ കാലത്ത് 300 രൂപ നമുക്ക് അനുവദിച്ചിട്ടാണ് പോയത്. 700 രൂപ മാത്രമാണ് UDF ഗവൺമെന്റിന്റെ സംഭാവന. അതായത് 700 രൂപ മാത്രമാണ് UDF ഗവൺമെന്റ് സംഭാവന. ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ ഒരു കാരോട് ചോദിക്കാൻ അവസരം നൽകുക. നമുക്ക് കാണാം ധാരാളം ആശാ വർക്കർമാരുണ്ട്. ഇവരൊക്കെ തന്നെ ആശാ വർക്കർമാരാണോ എന്ന് ചോദിക്കാം. നിങ്ങൾ ആശാ വർക്കർമാർ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ കോഴഞ്ചേരി പഞ്ചായത്തിൽ 9-ാം വാർഡിലാണ്. എൻ്റെ പേര് ചന്ദ്രിയ എന്നാണ് പേര്. വഞ്ചിത്രമല ഭാഗത്താണ് ഞാൻ എൻ്റെ വാർഡ്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ചെറുകോൽ പഞ്ചായത്ത് 4-ാം വാർഡിൽ ആശാപ്രവർത്തകയാണ്. തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലെ മെഴുവേലി പഞ്ചായത്ത് 4-ാം വാർഡ് ആശാ വർക്കർ. അതായത് ആശാ വർക്കർമാർ തന്നെയാണ് CITUവിന്റെ സമരത്തിൽ പങ്കെടുക്കുന്നത്. അവർ അവരുടെ സ്ഥലങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾക്കെല്ലാം തന്നെ ആവശ്യം ഈ നിങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കുക എന്നുള്ളതാണ്. അതെ, ഞങ്ങളെ കേന്ദ്രം ഞങ്ങളെ തൊഴിലാളികളായി അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അങ്ങനെ തന്നെയാണ് ആവശ്യം. കേന്ദ്രം ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കുക. അല്ല, ഇൻസെന്റീവോ ഓണറിയോ അല്ല വേണ്ടത്. ഓണറേറിയോ അല്ല ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കുക. എല്ലാ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന എല്ലാ ബെനിഫിറ്റും ഞങ്ങൾക്കും അനുവദിക്കുക. അതാണ് ഷമി ഈ സമരത്തിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട ആശാമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക. അവർ പൊതുപ്രവർത്തകരല്ല, അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ് CITU മുന്നോട്ട് വെക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻസെന്റീവ്, സംസ്ഥാന സർക്കാരിൻ്റെ ഓണറേറിയം പുറത്തേക്ക് അവർക്ക് ആവശ്യം വേതനം എന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് CITU ആശാ വർക്കർമാരുടെ സമരം മുന്നോട്ട് നീങ്ങുന്നത്. തീർച്ചയായും സുജു ആണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.